പ്രൈസ് ദി ലോർഡ്. Hallelujah. കർത്താവിന്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम को मैं धन्य कहता हूँ. എന്നെ സ്നേഹിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കും. और मुझसे प्रेम करने वाले मसीह में मेरे तमाम भाई बहनों को प्रभु यीशु मसीह के नाम से मैं मेरा प्रेमी सलाम मैं कहता हूँ. ഈ രാത്രി എനിക്ക് വളരെ സന്തോഷമുണ്ട്. आज रात मुझे बड़ी प्रसन्नता है. ഞാൻ എൻ്റെ സഭയിലാണ് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. मैं मेरी मंडली में वचन की सेवकाई कर रहा हूँ. അടുത്ത ആഴ്ച ഞാൻ അവിടെ സ്നാനപ്പെട്ടിട്ട് 43 വർഷമാകും. अगले हफ्ता मुझे उस कलीसिया में बपतिस्मा लिए हुए 43 साल हो रहे हैं. 1977 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് ഞാൻ അവിടെ പത്തേല സാഗറിൽ പാസ്റ്റർ KV എബ്രഹാമിന്റെ കൈക്കീഴിൽ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചത്. और 28 अगस्त 1977 को पातेला के अंदर पास्टर KV एब्राहम के द्वारा मैंने जल का बपतिस्मा डूंगरपुर में लिया था. എന്നോട് കൂടെ വേറെ 5 പേരുണ്ടായിരുന്നു. मेरे साथ दूसरे 5 लोग और थे. അവരെല്ലാം വിശ്വാസത്തിൽ ഇന്ന് നിലനിൽക്കുന്നു. वे सभी आज विश्वास में हैं. പാപ്പച്ചമ്പായി മാത്രം പാപ്പച്ചമ്പായിയായി ശരീരത്തിൽ സുഖമില്ലാതെ കൊട്ടാരക്കരയുണ്ട്. और भाई पापचन शारीरिक रूप से वे थोड़े तकलीफ में हैं और वो केरल में हैं. എല്ലാ സന്ദർഭങ്ങളിലും ഡുംഗർപൂര് ദൈവസഭയെ ഓർത്ത് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിപ്പാനും കർത്താവ് സഹായിച്ചു. और हर समयों में डूंगरपुर की कलीसिया के लिए प्रभु को धन्यवाद देने के लिए, प्रार्थना करने के लिए प्रभु ने हमारे जीवन में अवसर प्रदान किया. ഈ ദിവസങ്ങളിൽ ദൈവസഭ ഡുംഗർപൂരിലുള്ളത് ആത്മീയമായി വളരെ ശക്തി ആർജിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് അറിയാൻ കഴിയും. और इन दिनों में कलीसिया डूंगरपुर में पवित्र आत्मा में सामर्थ को पा रही है, यह मैं मेरी आत्मा में महसूस कर पा रहा हूँ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സഭായോഗത്തിന് യാദർച്ഛിക ഇവിടുത്തെ സഭായോഗം അവസാനിച്ച് അവിടുത്തെ സഭായോഗത്തിൽ കയറിയപ്പോൾ പാസ്റ്റർ സന്തോഷ് വർഗീസ് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. और गत रविवार आराधना के अंदर जब आराधना केरल की हमारी समाप्त होने के बाद में डूंगरपुर में जो आराधना हो रही थी उसके अंदर मैंने प्रवेश किया जब प्रभु के दास पास्टर संतोष वचन की सेवकाई कर रहे थे. പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആശയമുണ്ട്. और तुरंत प्रभु की आत्मा ने मेरे दिल में एक विचार दिया. ഞാനത് പാസ്റ്റർ സന്തോഷുമായി പിന്നീട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. और उसके बाद मैंने पास्टर संतोष को फोन पर वो बात मैंने बताई. ഇന്ന് രാത്രി അത് ആധാരമാക്കി എല്ലാ ദൈവവചനം ശുശ്രൂഷിക്കുന്നതെങ്കിലും आज रात उस वचन पर आधारित होकर मैं वचन की सेवकाई नहीं कर रहा हूं, लेकिन ഒരു പ്രാവശ്യം കൂടെ സഭയുടെ ആത്മീയ ഉത്തേജനത്തിനായി അത് പ്രസ്താവിക്കുന്നതിൽ കർത്താവിൽ ആഗ്രഹിക്കുന്നു. और कलीसिया के आत्मिक अभिवर्धन के लिए एक और बार उस वचन भाग को मैं आपको याद दिलाना चाहूंगा. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ യോഹന്നാ रचित सुसमाचार उसके आखिरी अध्याय के अंदर പത്രോസ് വല വീശിയപ്പോൾ 153 വലിയ മത്സ്യങ്ങളെ പിടിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और हम देखते हैं कि उसके आखिरी अध्याय में जब 21वें अध्याय में जब पतरस ने जाल फेंका तो 153 मछलियां उसने पाई, ऐसा हम पाते हैं. വളരെ പ്രസംഗങ്ങൾ നാം അതിലൂടെ കേട്ടിട്ടുണ്ട്. और हमने उसमें से कई प्रचार हमने सुने हैं. എന്നെ പെട്ടെന്ന് ചിന്തിപ്പിച്ചത്, लेकिन अचानक मेरे दिल में जो सोच आया उस समय, എത്രയോ നാളുകളായി ഈ ഗനസരത്ത് തടാകത്തിൽ മീൻപിടുത്തക്കാർ മീൻ പിടിക്കുന്നുണ്ട്. कितने समयों से गन्नेसरत उस झील में कितने मछुआरे मछली पकड़ते होंगे, എത്രയോ വിധങ്ങളിൽ മീൻ പിടിക്കുന്നു. कितने कितने तरीके से मछली पकड़ते होंगे. വല വീശുന്നുണ്ട്, ചൂണ്ടയിടുന്നുണ്ട്, പിന്നെന്തെല്ലാം തരിക്കയിലുമാകാം. और जाल फेंक कर होगा या बंसी डाल कर होगा या अलग अलग तरीके से मछली को पकड़ते होंगे. എന്നിട്ടും ഇത്ര വലിയ മത്സ്യം, വല പൊട്ടിപ്പോകത്തക്ക നിലയിലുള്ള വലിയ മത്സ്യങ്ങൾ എങ്ങനെ ഈ കുളത്തിൽ അല്ലെങ്കിൽ ഈ താലാവിൽ ഉണ്ടായി എന്നുള്ളതാണ്. इतने सारे लोग मछली पकड़ने के बाद भी वहां लिखा है कि बड़ी मछलियां, तो इतनी बड़ी मछलियां कहां पर छिपी हुई थी जो किसी की जाल में पकड़ में अभी तक नहीं आए थे. ആരുടെയും ചൂണ്ട അത് കുത്തിയില്ല. और किसी और के दो उसमें जाल में वो फंसा नहीं. ആരുടെയും വലയിലും അത് പിടിക്കപ്പെട്ടില്ല. और किसी के जाल में भी वो पकड़ा नहीं गया. ഇത്ര ആഴങ്ങളിൽ ഇത്ര വലിയ മത്സ്യങ്ങൾ, और इतनी सारी बड़ी मछलियां उस गहराई में. സ്തോത്രം. ഈ ദിവസങ്ങളിൽ രാജസ്ഥാനിൽ ഡുംഗർപൂരിൽ വിശേഷാൽ ഇങ്ങനെ കുറെ അനേക
മത്സ്യങ്ങൾ ആരുടെയും കയ്യിൽ ഇതുവരെ കേറാത്ത, ആരുടെയും വലയിൽ ഇതുവരെ പിടിക്കപ്പെടാത്ത കുറേയേറെ വലിയ മത്സ്യങ്ങൾ പരിശുദ്ധാത്മാവിന് നൽകാനുള്ള പദ്ധതി ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. और पवित्र आत्मा मुझे याद दिला रहा है कि ऐसी कई मछलियां जो आज तक किसी की पकड़ में नहीं आए हैं, परमेश्वर इन दिनों में कलीसिया को देना चाहता है, अपनी ओर प्रभु आकर्षित करना चाहता है. കർത്താവിന്റെ വാക്കിൽ വലയിട്ട് നേടുന്നത് കൊണ്ടാണ് അത് പ്രവേശിക്കുന്നത്. और प्रभु के कहने पर, उस कथन के आधार पर जब हम जाल डालते हैं, तभी वे मछलियां उस जाल में प्रवेश करती है. എന്ന് വെച്ചാൽ കർത്താവാണ് ആ മീനെ പിടിച്ചത്. कि मसीह ने उस मछली को पकड़ा. ഈ ദിവസങ്ങളിൽ കർത്താവ് ഏതിനേലും പിടിച്ചാൽ, इन दिनों के अंदर यदि प्रभु किसी को पकड़ेगा, വലിയ മത്സ്യങ്ങളിൽ തന്നെ പിടിക്കും. वो बड़ी मछलियों को ही पकड़ेगा. നമ്മളാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. हमारे लिए जो बातें असंभव है, वो परमेश्वर के लिए संभव है. ദൈവം എറിയുന്ന വലയ്ക്കകത്ത് और जो जाल जो प्रभु भेजेगा, നാം കേവലം അതിനൊരു ഉപാധി എന്നുള്ളതേ ഉള്ളൂ. मैं और आप केवल उसका एक जरिया या माध्यम मात्र है. അവനാണ് എറിയുന്നത്. फेंकने, जाल डालने वाला वह है. അവന്റെ കൽപ്പനയാലാണ് എറിഞ്ഞത്. और उसकी आज्ञा के कारण वो जाल फेंका गया. അവനിൽ നിന്ന് അത് നമുക്ക് ലഭ്യമാകും. और उसी के द्वारा वो हमें प्राप्त होगा. സ്തോത്രം. हालेलुया. ഈ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കുമാറാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. और मेरी भी यही प्रार्थना है कि इन दिनों में ऐसा होने पाए. ഇന്ന് രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്കായി आज रात प्रभु के वचन के मनन के लिए ഈ മീറ്റിംഗിന്റെ ഹെഡിങ് തന്നെ റിവൈവ് എന്നുള്ളതാണ്. और इस सभाओं का शीर्षक हमने रिवाइवल सीजन या जागृति का मौसम रखा है. മാർഷലിയ സന്തോഷം ഇത് പറയുമ്പോൾ തന്നെ ദൈവാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ और जब ये शीर्षक मुझे बताया गया और जब मैं प्रार्थना कर रहा था उसी समय, അത് സംബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഹേമം നൽകി. और पवित्र आत्मा ने उसी संबंध में कुछ बातों को आपको याद दिलाने के लिए मेरे मन में विचार दिया. എന്താണ് റിവൈവ്? रिवाइवल या जागृति क्या है? റിവൈവ് എന്നത് ഒരു വെർബൽ ശബ്ദമാണ്. और रिवाइव यानी जिलाना एक क्रियापद है. അതിന്റെ അർത്ഥം ജീവനിലേക്ക് മടങ്ങി വരിക എന്നാണ്. റിട്ടേൺ ടു ലൈഫ്. और उसका अर्थ है कि जीवन में पुनः लौट आना. റിട്ടേൺ ടു ലൈഫ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. और अंग्रेजी अनुवाद में जीवन में पुनः लौट आना, पुनः जिलाया जाना. മറ്റൊന്ന് വീണ്ടും പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ്. और दूसरा, जो बात निष्क्रिय हो चुकी है उसे पुनः सक्रिय या क्रियाशील करना. വേറൊരർത്ഥം ഉണരുക എന്നുള്ളതാണ്. और दूसरा एक अर्थ है कि जागना. റിവൈവൽ എന്ന് പറയുന്ന നാമപദത്തിന്റെ അർത്ഥം ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്നത് और जागृति उस उस पद का जो अर्थ जो डिक्शनरी में दिया गया है, ബ്രിങ്ങിങ് ബാക്ക് ഇൻടു യൂസ് എന്നാണ്. पुनः उपयोग में किसी बात को लेकर आना. റിട്ടേൺ ടു ആക്ടിവിറ്റി. उसे सक्रिय करना, उसे क्रिया में, काम में इस्तेमाल में लेना. ഇതാണ് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന പദം. और शब्दकोश का अर्थ इस प्रकार से है. സാധാരണ നമ്മൾ റിവൈവ് എന്ന് പറയുമ്പോൾ ഉണർവ് എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. और साधारण रीति से जिलाना हम उसे जागृति के साथ में जोड़कर सीखते हैं. ആ പദത്തിന്റെ മലയാള അർത്ഥമാണ് എന്നെ ഇന്ന് കഴിഞ്ഞ പകലുമായി ചിന്തിപ്പിച്ചത്. और उस पद का जो मलयालम शब्द है, उस शब्द ने मुझे बात सोचने पे मजबूर किया. ഉറക്കത്തിൽ നിന്ന് വേർപെടുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. और उस शब्द का अर्थ है कि नींद में से जागना या उठना. അപ്പൊ ഉറക്കം എന്താണെന്ന് അറിയണ്ടേ? तब जरूरी है कि हम समझे कि नींद क्या है. ഇന്ദ്രിയങ്ങളുടെ വിശ്രാമമാണ് ഉറക്കമെന്നാണ് ഭാഷാശാസ്ത്രം പറയുന്നത്. और भाषा शास्त्र में इस प्रकार से कहा गया है कि आपकी जो पंचेंद्रिया है उनको जब विश्राम मिलता है वह है नींद. ഉറക്കം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ വിശ്രാമമാണ്. और नींद का अर्थ है आपकी पंचेंद्रियां जब विश्राम करती है. ഉറക്കത്തിന് മറ്റൊരു പര്യായ പദമാണ് और മരണം അഥവാ നിദ്ര. नींद का दूसरा एक पर्याय शब्द है मृत्यु या निद्रा. സ്തോത്രം. ഞാൻ എന്തിനാണ് ഇത്രയും നീട്ടി ഇതിന്റെ അർത്ഥതലങ്ങളെല്ലാം പറയാൻ പോയത്? और इसका अर्थ इतना विस्तार से मैं क्यों बता रहा हूं? അതും വളരെ പരിജ്ഞാനമുള്ള ദൈവമക്കളോട്.
और आप चीजों को समझते हैं। आपसे मैं अर्थ का विस्तार क्यों कर रहा हूं? എഫെസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കും. इफिसियों 5 उसका 14वां पद हम देखेंगे। नए नियम के अंदर इफिसियों की पत्री 5वां अध्याय उसका 14वां पद। ഉറങ്ങുന്നവനെ हे सोने वाले, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, जाग और मुर्दों में से जी उठ, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. ഇതാണല്ല വാക്യം. तो मसीह की ज्योति तुझ पर चमकेगी। ഇത് സഭയ്ക്കെഴുതുന്ന ലേഖനമാണ്. यह कलीसिया के नाम लिखी हुई एक पत्री है। എഫെസ്യ ലേഖനത്തിൽ വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ഉറങ്ങുന്നവനെ പാപിയോട് ബന്ധപ്പെടുത്തിയാണ്. और इफिसियों के उस पत्री के उस टीका के अंदर जो है सोने वाले को पापी व्यक्ति के साथ में तुलना की गई है। അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനടുത്ത പദം മരിച്ചവർ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. और यदि ऐसा है तो उसके बाद में मुर्दो ऐसा एक पद भी आ रहा है। 2-ാം അധ്യായത്തിൽ മരിച്ചവരെ കുറിച്ചാണ് പാപി എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. और दूसरे अध्याय में जो मुर्दे हैं, जो मरे हुए हैं, उनके बारे में पापी के साथ में तुलना की गई इफिसियों की पत्री के अंदर। ദൈവത്തിന്റെ മുമ്പിൽ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി മരിച്ചവനാണ്. परमेश्वर के सम्मुख जो व्यक्ति पाप में जीवन व्यतीत करता है वो मृत व्यक्ति के तुल्य है। അല്ല, സഭ മരിച്ചവരല്ല ഇപ്പൊ തൽക്കാലം. और कलीसिया अभी मृत अवस्था में नहीं। എഫെസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ इफिसियों की पत्री जब हम अध्ययन करते हैं, ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന സഭയാണ്. वह आत्मिक आनंद को अनुभव करने वाली मंडली है। അനുഗ്രഹീത കർത്തൃദാസന്മാർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. आशीषित प्रभु के दास दासी लोग वहां पर सेवकाई कर रहे हैं। പൗലോസ് 3 വർഷം അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. पौलुस ने 3 साल वहां पर सेवा की है। തീമോത്തിയോസ് അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. तीमुथियुस ने वहां पर सेवा की है। പിൽക്കാലത്ത് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ശുശ്രൂഷിക്കുന്നതായി രേഖകൾ നമുക്ക് തെളിവ് തരുന്നു. यूहन्ना प्रेरित ने भी वहां पर बाद में सेवकाई की है। തന്റെ ശിഷ്യന്മാരും അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. और उसके अन्य चेल लोगों ने भी सेवा की। എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ അനുഗ്രഹീതമായ ആ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. और उस आशीषित कलीसिया के लिए मैं प्रभु को धन्यवाद देता हूं। രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള, ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് മൃതാവസ്ഥ അല്ലെങ്കിൽ മരണാവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിത്രീകരിക്കുന്നത്. और उद्धार पाने से पहले की अवस्था को हम मृत अवस्था के साथ में हम चित्रण करते हैं। എന്നാൽ ഉറക്കം അതല്ല. लेकिन निद्रा वह नहीं है। ഉറക്കം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ വിശ്രാമമാണെങ്കിൽ, लेकिन यदि निद्रा या नींद इंद्रियों का विश्राम है तो ആത്മീക മനുഷ്യൻ, आत्मिक मनुष्य, ഭൗതിക ജീവിതത്തിൽ ഉറക്കമുണ്ട്. ഉറക്കം അനുഗ്രഹമാണ്, നല്ലതാണ്. सांसारिक जीवन में या असाधारण रीति से नींद है, वो आशीष का कारण है। എന്നാൽ ആത്മീയതയിൽ ഉണർന്നിരിക്കാനാണ് എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത്. लेकिन प्रभु चाहता है कि हम सदैव आत्मिक बातों में हम जागृत रहे और जगे हुए रहे। തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഉണർന്നിരിപ്പീനെന്നാണ്. पहला थिस्सलुनीय 5:16 के अंदर हम इस प्रकार से बात। സ്തോത്രം. हालेलुया। അപ്പോ ആത്മീയ ജീവിതത്തിൽ ഉണർന്നിരിക്കണം. ऐसा है तो आत्मिक जीवन में हमें जाग कर रहना है। റോമാലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ रोमियो की पत्री उसके 13वें अध्याय में हम देखते हैं 11-12 വാക്യങ്ങളിൽ 11-12 पद के अंदर, ഞാനതിനെ സംക്ഷിപ്തമായിട്ട് ഇങ്ങനെ പറയാം. और संक्षिप्त रीति से मैं ऐसा कहूं, ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു. सोने वाला रात को सोता है। ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ഒരു നിയമം, രാത്രിയിലാ ഉറങ്ങുന്നേ. और परमेश्वर ने प्रकृति में एक नियम बनाया है कि रात सोने के लिए है। പകലാണ് നാം ഉറങ്ങുന്നതെങ്കിൽ പോലും വെളിച്ചത്തിൽ ഉറങ്ങുന്നവരുണ്ട്. लेकिन दिन को अगर हम सोते भी है तो रोशनी में सोने वाले नहीं। നമ്മള് അങ്ങനെ ഉറങ്ങുന്ന ധാരാളം ആളുകളുണ്ട്, ഞാൻ ഉൾപ്പെടെ. और ऐसे कई लोग हैं जो दिन को भी आराम करते हैं, सोते हैं। അതിന് നമ്മൾ ഉറക്കം എന്ന് പറയാറില്ല. उसको हम नींद ऐसा नहीं कहते, നമ്മൾ മയക്കം എന്നാ പറയുന്നത്, മയക്കം. और हम कहते हैं कि एक हल्की नींद। ആ, അത്ര വേഗം നമ്മൾ ഉണരും. और अब जल्दी से हम जग जाते हैं। മറ്റതങ്ങനല്ല, നേരം വിളക്കോളം ഉറങ്ങിപ്പോ. സൂര്യൻ എപ്പോഴും ഉദിക്കുന്നു അതുവരെ ഉറങ്ങും. और रात की नींद हम गहरी नींद में सोते हैं, जब तक सूर्य की रोशनी नहीं आती तब तक हम सोते रहते हैं। രണ്ട് തരത്തിലുള്ള ഉറക്കമുണ്ട്. 2 प्रकार की ഞാൻ ഈ निद्रा है। വേദപുസ്തകം പഠിച്ചപ്പോ, और जब मैंने वचन का अध्ययन किया, ഒന്ന് മരണത്തോടുള്ള ബന്ധത്തിലാണെന്ന് ഞാൻ മുമ്പേ ഓർപ്പിച്ചു. और मैंने पहले बताया कि एक मृत्यु के साथ में जुड़ा हुआ है। ദൈവത്തിന്റെ പുസ്തകത്തിൽ ഗാഠനിദ്ര എന്ന് പറയുന്ന 2-3 പ്രയോഗം ഉൽപ്പത്തി മുതൽ കഴിഞ്ഞോട്ടുണ്ട്.
और उत्पत्ति से लेकर हम आगे देखें तो गहरी निद्रा ऐसा पद का भी उत्पत्ति से लेकर कई जगहों में इस्तेमाल में किया गया है। ആ ഗാഠനിദ്രയിൽ ദൈവം ഇടപെട്ട സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. और उन गहरी निद्राओं के अंदर परमेश्वर ने लोगों के जीवन में मुलाकात की है, ऐसा भी हम पाते हैं। ദൈവം സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. और परमेश्वर ने संदेशों का हस्तांतरण भी किया है उस समय। തിരുവചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. वचन में हम ऐसा कई जगह देखते हैं। ദൈവം കൊടുത്ത ചില ഗാഠനിദ്രയ്ക്കകത്ത് ചില ദർശനങ്ങൾ പ്രാപിച്ച ആളുകളെ തിരുവചനത്തിൽ കാണാൻ और കഴിയും. परमेश्वर ने कई लोगों को गहरी नींद में कई गहन दर्शन भी प्रदान किए हैं। ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. और उस बात को मैं वहां विराम देता हूं। ഉണർന്നിയ റിവൈവ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ और जिलाना या जागृत होना उसका अर्थ ഉറക്കത്തിൽ നിന്ന് വേർപെട്ടു വരിക എന്നാണ്. नींद से या नींद छोड़कर अलग होना, यह है उसका अर्थ। Praise the Lord. हालेलुया। അപ്പോൾ ആത്മീക ജീവിതത്തിൽ ഉറക്കമുണ്ടാകാമോ? आत्मिक जीवन में क्या नींद आ सकती है? ഉണ്ടാകാം. हो सकता है। നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഉറക്കത്തോടൊന്ന് തുലനം ചെയ്താൽ और यदि हमारे सांसारिक या शारीरिक जीवन के अंदर जब हम नींद के बारे में तुलना करें तो ശിശുവായിരിക്കുമ്പോൾ എത്രയോ സമയം ഉറങ്ങും. और जब शिशु होता है, छोटा बच्चा होता है, वो कई घंटे वो सोता है। കുറെ കഴിയുമ്പോൾ പിന്നെ ഉറങ്ങുന്നില്ലെന്നുള്ള പരാതി വരും. और कुछ समय बाद में नींद नहीं, सोता नहीं है, ये शिकायत करते सब। പിന്നെ കുറെ കഴിയുന്നുള്ള ഈ ആളിനെ സംബന്ധിച്ചിടത്തോളം പറയും അവന് വാ കണ്ടാ മതി അപ്പോഴേ ഉറങ്ങിപ്പോകും. और कुछ समय बाद में कह के चटाई देखते ही ये तो सो जाता है। ഞാൻ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് ഉറക്കം എപ്പോഴാ വന്നേ? और मैं जब सोचने लगा कि मुझे नींद कब आई, എനിക്ക് നല്ല വിശപ്പുള്ളപ്പോ ഞാൻ ഉറങ്ങുവോ? अच्छी भूख लग रही है, क्या मैं सोऊंगा? ഞാൻ ഉറങ്ങാറില്ല. मैं नहीं सोऊंगा। വയറ് കത്തി കിടക്കും. भूख है मुझे അങ്ങോട്ടും ഇങ്ങോട്ടും കറവട്ടയും വിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കേ ഉള്ളൂ. और मैं इधर उधर करवट जरूर बदलूंगा, पर नींद नहीं आएगी, भूख लग रही है मुझे। ഞാൻ വളരെ തിന്ന് തൃപ്തിയായി വയറുമൊക്കെ തള്ളി കഴിയുമ്പോ മര്യാദ കിടന്നുറങ്ങിക്കോളും. ഊപ്പേ ഉറക്കം. हाँ, लेकिन पेट भर कर मैंने खाना खा लिया, पेट भर गया, तृप्त हो गया, पेट भर गया, बड़ा आराम से मैं सो जाऊंगा। ഇതാ ആത്മീയ ലോകത്തിന് പറ്റിയേ. आज आत्मिक जगत में भी कुछ ऐसा ही हुआ है। നമ്മൾ ഒത്തിരി തിന്ന് തൃപ്തരായി പോയോ എന്നൊരു ചിന്ത. एक विचार की कहीं ऐसा तो नहीं कि हम बहुत ज्यादा खाकर हम तृप्त हो गए। ആരിൽ നിന്നൊക്കെ കിട്ടിയോ അതെല്ലാം നമ്മൾ തിന്നങ്ങ് തൃപ്തരായത് കൊണ്ട് നമ്മൾ ആലസ്യത്തിൽ ഉറങ്ങിപ്പോവുകയാണ്. और जहां जहां से मिला वहां से हमने खा लिया और आज आलस्य में हम तृप्त हो गए അതിലങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. और उसमें हम नींद में आ गए। സ്തോത്രം. हालेलुया। ഈ ഞാൻ ഗുജറാത്തിലായിരിക്കുമ്പോ അവിടെ ഒരു 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 കഹാവത്തുണ്ട്, മറേല ഒരു സൊയല സമാനൻ. और गुजरात में कहते हैं कि मरेला और सोने वाला, मरा हुआ या सोया हुआ व्यक्ति दोनों एक जैसे हैं। രണ്ടും ഒരുപോലെയാണെന്നാ അവിടെ ഒരാൾ പറഞ്ഞത്. और वह लोग कहते हैं कि दोनों एक जैसे हैं। ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാതെ ആയിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉറക്കമെന്ന് ഞാൻ ഈ വാക്കിൽ ഓർപ്പിക്കുന്നു. और मैं आपको यही समझाने का प्रयास कर रहा हूं, नींद का अर्थ यह है कि हमारी जो इंद्रिया उस समय कार्य नहीं कर रही, കാണുന്നില്ല, दिख नहीं रहे, आप आंख से देख नहीं रहे, കേൾക്കുന്നില്ല, आप सुन नहीं रहे, സ്പർശിക്കുന്നില്ല, आप स्पर्श नहीं कर रहे, മണക്കുന്നില്ല, आप सूंघ नहीं रहे, രുചിക്കുന്നില്ല. आप स्वाद नहीं ले रहे। ഈ അഞ്ചിന്ദ്രിയങ്ങളും ഒരുപോലെ ഉറക്കത്തിൽ നിർജീവാവസ്ഥയിലാണ്. और ये पांचों इंद्रियां उस नींद में मानो निर्जीव अवस्था में है। Praise the Lord. हालेलुया। അവിടെ നിന്ന് ഉണരണമെങ്കിൽ और यदि वहां से जगना है तो നമ്മിൽ എന്തെങ്കിലും ഒരു പ്രേരണ വേണം. हम में कुछ न कुछ प्रेरणा होना जरूरी है। സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, भजनकार इस प्रकार से कहता है, അവൻ എന്നെ താങ്ങുകയാൽ, और उसने मुझे थाम लिया है इसलिए, അവൻ എന്നെ താങ്ങുകയാൽ, उसने मुझे थाम लिया है इसलिए, അവൻ എന്നെ ഒന്ന് സ്പർശിച്ചതിനാൽ, उसने मुझे स्पर्श किया है इसलिए, അവൻ എന്നെ ഒന്ന് വിളിച്ചതിനാൽ. उसने मुझे बुलाया इसलिए। ഉറക്കം നടിക്കുന്നവരെ വിളിച്ചിട്ട് ഉണരില്ല. और जो नींद का अभिनय कर रहा है उसे आप जगाने की कोशिश करो, वह नहीं जगेगा। ഉറങ്ങുന്നവനെ ഒന്ന് ഉണർത്തിയാൽ, लेकिन जो सोने वाले को यदि कोई जगाए तो അവൻ ഉണരും. वह जाग जाएगा। നമ്മളുടെ സിദ്ധാന്തം അനുസരിച്ച് ഉറങ്ങുന്നവനെ ഉണർത്താൻ പാടില്ല. और हमारे सिद्धांत के आधार पर जो व्यक्ति सोता है उसे नहीं जगाते हैं। പക്ഷെ പെരക്ക് തീ പിടിച്ച് കിടക്കുമ്പോ ഉറങ്ങിക്കൊണ്ട് കിടക്കുന്നവനെ ഉണർത്താതിരിക്കാൻ ഒക്കുവോ? लेकिन घर में आग लगी हुई है
बंदा सो रहा है, क्या हम उसे सोने देंगे क्या? അയ്യോ പാവം ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് കിടക്കോ? अरे नहीं, सो रहा, उसको सोने दो, आग लगी है घर में, हम बोलेंगे അവനെ क्या? ഉണർത്തില്ലേ? हम उसे जगाएंगे? ഇതുപോലെ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു ഉണർത്തലിനുള്ള താങ്ങലാണ്, അല്ലെങ്കിൽ അതിനുള്ള സന്ദർഭമാണ്. और ऐसी परिस्थितियां जब मेरे और आपके जीवन के अंदर होती है, तब जगाने के लिए वो स्पर्श प्रभु की ओर से आता है. എന്നേക്കും അങ്ങ് ഉറങ്ങിക്കൊണ്ട് കിടക്കാനുള്ളതല്ല നാം. हमेशा सोने का समय नहीं है. നാം ഉണരുമ്പോൾ और जब हम जगेंगे, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണരണം. हमारी पंचेंद्रियां भी सक्रिय होगी. ഇന്ന് രാവിലെ ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ आज सुबह जब मैं वचन का मनन कर रहा था, സാധാരണ ദൈവാത്മാവ് പറയുന്നത് പോലെയാണ് എന്റെ പോക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ വിടുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ചിന്ത പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. और पवित्र आत्मा ने जो विचार मेरे दिल में दिया, वो बोलकर मैं आगे बढ़ रहा हूँ. ഈ ലോകത്തിലെ കണ്ണു കാണാത്തവരുണ്ട്. इस संसार में बहुत सारे लोग हैं जिनको दिखाई नहीं देता, പ്രധാന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നഷ്ടമായ എത്രയോ ആളുകളുണ്ട്. और ऐसे कई लोग हैं जिनके मुख्य इंद्रियां कार्य नहीं कर रही है. കേൾവിയില്ല, सुनाई नहीं देता, വായില്ല. गूंगे हैं, बोल नहीं पाते. സ്തോത്രം. ഞാൻ അവരെ പഠിച്ചപ്പോ और जब मैंने उनका अध्ययन किया, ഒരു അന്ധന് एक अंधे व्यक्ति को ചെവി കേൾക്കാം, कान से सुनाई देता है, സംസാരിക്കുകയും ചെയ്യും. बोल भी पाता है. ആ ഒരു ബധിരനും ഒരു മൂകനും ഉണ്ടെങ്കിൽ एक രണ്ടും കൂടെ मूक ഒരുമിച്ചാ. और बधिर है, दोनों साथ में चल सकते हैं. അല്ല, അവര് ഈ ബധിരനും മൂകനും അത് ഒരാളിൽ രണ്ട് ഭാഗം അടഞ്ഞു കിടക്കും. ചെവി കേൾക്കാത്തവന് സംസാരിക്കത്തില്ല. और जिसके कान से सुनाई नहीं देता, वो बोल भी नहीं पाता. ये दोनों एक साथ जुड़े हैं. അവർ രണ്ട് ഇന്ദ്രിയവും ഒരുപോലെ അടഞ്ഞു കിടക്കുകയാണ്. और वे दोनों इंद्रियां एक साथ बंद रहती है उस व्यक्ति में. അപ്പം പ്രധാന കണ്ണ് കാണത്തില്ലാത്തവന് ചെവിയും കേൾക്കാൻ സംസാരിക്കുകയും ചെയ്യാം. और जो अंधा व्यक्ति है, उसका कान से सुन भी सकता है, मुंह से बोल भी सकता है. അവന് ഉണരും. वह भी जगेगा. കണ്ണ് കാണാത്തവനും ഉണരും, जिसको दिखाई नहीं देता है वह भी जगेगा. കേൾവിയില്ലാത്തവനും ഉണരും, जिसको सुनाई नहीं देता है वह भी जगेगा. വായ സംസാരിക്കാൻ കഴിയാത്തവനും ഉണരും. और जो बोल नहीं पाता वह भी जगेगा. പക്ഷെ ഇവരിൽ പൊതുവായൊരു തത്വമുണ്ട്. लेकिन इनके अंदर की एक बात, അവർക്ക് മണക്കാനും ടേസ്റ്റ് ചെയ്യാനും കഴിയും. और वे सूंघ सकते हैं, वे स्वाद ले सकते हैं. അത് ആർക്കും ഉടക്കിയിട്ടില്ല. और वह किसी को बंद नहीं हुआ. ഉണരുന്ന കൂട്ടത്തിൽ ഇവരും ഉണരുമല്ലോ. और जगने वालों के समूह में ये भी जगेंगे. ഞാൻ ആത്മീയ വിഷയമാണ് പറയാൻ പോകുന്നത്. और मैं एक आत्मिक अर्थ आपको बताने जा रहा हूं. ദൈവസഭയ്ക്കകത്ത് ഹ്രസ്വദൃഷ്ടിയുള്ളവനുമുണ്ട്. परमेश्वर की कलीसिया के अंदर इस प्रकार के लोग भी हैं. പത്രോസിന്റെ ലേഖനം പഠിച്ചാൽ മതി. पत्रस की पत्री का अध्ययन कीजिए. ഇങ്ങനെയുള്ളവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനാണെന്ന്, കാഴ്ച കുറഞ്ഞവനാണെന്ന്. और ऐसा व्यक्ति, उसको दिखाई कम देता है, धुंधला दिखता है, ऐसा लिखा है. ചിലർക്ക് കേൾവിയില്ല, कुछ लोगों को सुनाई नहीं दे रहा, ചിലർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. कुछ लोग बोल नहीं पाते. സ്തോത്രം. അങ്ങനെയുള്ള ആത്മീകരും ഉണരണം. और ऐसे जो आत्मिक लोग हैं, उन्हें भी जागना पड़ेगा. അവരും ഉണരണം. वे भी जागना है. സ്തോത്രം. हालेलुया. പക്ഷെ അവർ ഉണർന്നിട്ട് लेकिन वे जागने के बाद അവരിൽ ഒരു പൂർണ്ണതയില്ലാത്ത ഉണർവാണ് ഉണ്ടായത്. उनमें जो जागृति हुई, वो अपूर्ण रीति से वे जगे. ദൈവം പറയുകയാണ്, परमेश्वर की आत्मा याद दिलाती है. ചിലപ്പോൾ അന്ധമായി ഇരിക്കുന്നു എന്ന് തോന്നാം. हो सकता है लगेगा कि वो अंधा है. ചിലപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നാം. हो सकता है ऐसा लगेगा कि आप बोल नहीं पा रहे. കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നാം. ऐसा लग सकता है कि आपको सुनाई नहीं दे. നിങ്ങളും അങ്ങനെയുള്ളവർ ഉണർന്നിട്ടുണ്ട്. और ऐसे लोग भी जाग गए हैं. എന്നാൽ അത് ആ ഉണർവ് ഒരർത്ഥത്തിൽ അപൂർണമാണ്. लेकिन वह जागृति एक अर्थ में अपूर्ण है, आधा अधूरा है. Praise the Lord. हालेलुया. നിന്നെ പൂർണ്ണനാക്കാനാണ് ദൈവത്തിന്റെ വചനം. और आपको पूर्ण करने के लिए है परमेश्वर का वचन. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, പൂർണ്ണനാക്കുക എന്ന കൊലോസ്യ ലേഖനത്തിന്റെ ലക്ഷ്യം തന്നെ. और मसीह में सिद्ध करना, पूर्णता की ओर बढ़ाना, वह है वचन का लक्ष्य. कुलुस्सियों की पत्री के अंदर എത്ര ഉണർന്നാലും
हम चाहे जितना भी जिलाए जाए കാണേണ്ടതുപോലെ കാണാൻ കണ്ണ് തുറക്കപ്പെടുന്നില്ലെങ്കിൽ, और जिसको जैसे देखना है वैसे देखने के लिए यदि हमारी आंखें नहीं खुले तो, കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ കാതുകൾ തുറക്കപ്പെടുന്നില്ലെങ്കിൽ, और जो बात जैसे सुन रहा है वैसे सुनने के लिए हमारे कान यदि खुले नहीं तो, praise the Lord, സംസാരിക്കേണ്ടത് വേണ്ടുമെന്ന് സംസാരിക്കുവാൻ നമ്മുടെ നാവിന് കഴിയാതെ പോകുന്നെങ്കിൽ, और जो हमें बोलना है वो सही रीति से हम नहीं बोल पाए तो, praise the Lord, हालेलुया, അതിന് മാറ്റം വരണം. उसमें एक बदलाव आना है അതിന് മാറ്റം വരുത്താൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. और उसमें बदलाव लाने के लिए पर्याप्त है प्रभु यीशु मसीह, അതാണ് ജീവനിലേക്കുള്ള മടങ്ങിവരവ്. और वह है जीवन की ओर वापस लौट आना, അതാണ് റിവൈവ് എന്ന പദത്തിന്റെ അർത്ഥം. और वह है जागृति उस पद का अर्थ, ജീവന്റെ പൂർണ്ണതയിലേക്കുള്ള മടങ്ങിവരവാണ്. जीवन की पूर्णता की ओर लौट आना. ഞാൻ ജീവനാകുന്നു मैं जीवन हूं എന്ന് യേശു ക്രിസ്തു ശക്തമായി പറഞ്ഞിരിക്കുക. और यीशु मसीह ने सशक्त रीति से वो पद कहा, ഞാൻ തന്നെ ജീവൻ. मैं ही जीवन, ആ ജീവനിലേക്കുള്ള മടങ്ങിവരവാണ്. സ്തോത്രം. और उस जीवन की ओर लौट आना है, ആ മടങ്ങിവരവാണ് റിവൈവ്. और वह लौट आना है चिल्लाया അതിലേക്കുള്ള जाना, മടങ്ങിവരവാണ് ഉണർവ്. और उसमें लौट आना है जागृति, അതിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം. और उसमें एक रूपांतरण हो ഞാൻ रहा है. രാവിലെ ചിന്തിക്കുമ്പോൾ मैं जब सुबह सोच रहा था, കാണുന്നില്ല ചിലർക്ക്, कुछ लोगों को दिखाई नहीं दे रहा, ചിലർക്ക് सुनाई नहीं दे रहा, സംസാരിക്കത്തുമില്ല. बोल भी नहीं पा रहे. ദൈവാത്മാവ് പറഞ്ഞു, प्रभु की आत्मा ने कहा, ചിലർക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. कुछ लोग स्वाद भी नहीं ले അയ്യോ, पा रहे, പൊതുവായിട്ട് ടേസ്റ്റ് ചെയ്യാം, വായിക്ക് ഒരു കുഴപ്പമില്ല, നാക്കിന് ഒരു കുഴപ്പമില്ല. और आमतौर पे वो स्वाद कर सकते हैं, मुंह को कोई तकलीफ नहीं, जीभ को कोई तकलीफ नहीं. എന്നാൽ നാവ് കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ രുചിമുകളങ്ങൾ മൃതാവസ്ഥയിൽ കിടക്കുകയാണ്. लेकिन आपकी जीभ की इंद्रिया मृत अवस्था में कि वो सही रीति से स्वाद नहीं ले पा रही, വകഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. और स्वादों के अंदर फर्क आप नहीं ला पा रहे. സ്പർശന ശക്തി കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. आप स्पर्श के द्वारा आप फर्क महसूस कर सकते थे, പക്ഷേ സ്പർശിക്കാൻ കഴിയാത്ത വിധത്തിലോ സ്പർശനം അറിയാൻ മേലാത്ത വിധത്തിലോ ത്വക്ക് കട്ടി കൂടിപ്പോയി എന്ന് വേണം പറയാം. लेकिन जिस प्रकार से हमारा जो शरीर त्वचा है, जब वो संवेदनशील होती है तब वो संवेदनाओं को महसूस नहीं कर पाती, ऐसी हालात हो जाती है. ഇങ്ങനെയുള്ള ഉണർവ്, ഇങ്ങനെ വന്നിട്ടുള്ള ഉണർവിന് ഉണർവെന്നല്ല പറയുന്നത്. और इस प्रकार से होने वाले जागृति को जागृति नहीं कहते, അതിന് പൂർണ്ണതയിലേക്ക് വരണം. और उसकी पूर्णता में हमें आना है. Praise the Lord. ആ Hallelujah. പൂർണ്ണതയിലേക്ക് വരാനാണ് ജീവനായ ക്രിസ്തുവിലേക്കുള്ള വരവ്. और उस पूर्णता की ओर हमें लौटाने के लिए है यीशु मसीह जो जीवन है वो प्रकट हुआ है. കാണാൻ കഴിയുന്നില്ലയോ? നീ ദൈവത്തോട് പറ. आपको दिखाई नहीं दे रहा, प्रभु से कहिए. നന്നായി കാണാൻ കഴിയുന്നില്ലയോ? ദൈവത്തോട് പറ. आप सही रीति से नहीं देख पा रहे, आप प्रभु को कहिए. തെളിവായി കാണാൻ കഴിയുന്നില്ലയോ? ദൈവത്തോട് പറ. आपको स्पष्टता के साथ में दिखाई नहीं दे रहा, प्रभु को कहिए. ഞാൻ അങ്ങോട്ട് വരാൻ പോവുകയാണ്. നീ എവിടെയാ ഉണർന്നിട്ട് വന്നിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയാം. और मैं आपको बताऊं कि आप जागने के बाद में आप कहां आए हैं? നീ 17ാം സങ്കീർത്തനത്തിൽ ഉണർന്നാൽ വരുന്നത് അവന്റെ മുഖം കാണാനാ. और भजन 17 में हम देखते हैं कि तू यदि जाग उठेगा तो तू आएगा उसके मुख को देखने के लिए. 139ാം സങ്കീർത്തനം 18 പറയുമ്പോൾ അടുക്കൽ ഇരിക്കാനാ. और भजन 139:18 में उसके करीबी में बैठने के लिए तू जाग उठेगा, ഉണരുന്നവൻ അവന്റെ അടുക്കൽ ഇരിക്കും. और जो जागेगा वो उसके करीबी में बैठेगा. അവന്റെ പക്കൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. उसके पास में समस्या का समाधान है. ഇന്ദ്രിയങ്ങൾ ഉണർന്നിട്ടില്ല. और यदि इंद्रिया अभी तक चिल्लाई नहीं गई तो, ആ കണ്ണ് ദർശനം കാണാൻ കഴിയുന്നില്ല. और वे आंख वो दर्शन को नहीं देख पा रहे, ആത്മീക വിഷയങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല. आत्मिक विषयों को वो सुन नहीं पा रहे, ആത്മീകതയെ രുചിച്ചു നോക്കാൻ കഴിയുന്നില്ല. आत्मिकता को वो चख नहीं पा रहे, തൊട്ട് സ്പർശിച്ചു നോക്കാൻ കഴിയുന്നില്ല. छू कर स्पर्श नहीं कर पा रहे. ഇപ്പോഴും ആത്മീക ഇന്ദ്രിയങ്ങൾ ഒരു പരിധി വരെ കൊണ്ട് अभी भी जो आत्मिक इंद्रिया एक सीमित ताक के अंदर है,
ഉണരാതെ ഇരിക്കുമ്പോൾ और जब बिना जागृत हुए जब पड़ी हुई है तब ദൈവത്തോട് പറ, മറുപടി തരും. प्रभु से कहिए, वो जवाब देगा. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്യം കൂടെ തരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. एक वचन और मैं आप तक पहुंचाना ഇന്ന് चाहूंगा. രാവിലെയാണ് വാസ്തവത്തിൽ ഞാനും ആ വാക്യത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചത്. आज सुबह मैंने उस वचन को गंभीरता पूर्वक मनन किया. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ व्यवस्था विवरण, രണ്ട് ദിനവൃത്താന്തങ്ങൾ, दूसरा इतिहास, രണ്ട് ദിനവൃത്താന്തങ്ങൾ 6:37 എന്ന് വായിച്ചാൽ दूसरा इतिहास 6:37 यदि हम देखें तो അവിടെ ഹൃദയമുണരുക എന്നൊരു പ്രയോഗം കാണാം. और वो पद इस प्रकार से, यदि वे बंधुआई के देश में सोच विचार करे और फिर कर अपने बंदी बनाने वालों के देश में तुझसे गिड़गिड़ा कर कहे, हमने पाप किया और कुटिलता और दुष्टता की है. वहां पर आई थिंक गिड़गिड़ा कर कहना, हृदय जगना. ഹൃദയം ഉണരുക എന്ന് മലയാളത്തിൽ, എനിക്ക് ഹിന്ദിയിൽ അത്ര ആ പദത്തിന്റെ നീളം അറിയാൻ മേല, ഹിന്ദിയിൽ എന്താണെന്ന് അറിയില്ല, പക്ഷെ മലയാളത്തിൽ ഹൃദയം ഉണരുക എന്നൊരു സ്പെഷ്യൽ വേർഡ് കിടപ്പുണ്ട്. और हिंदी में गड़गड़ाहट इस प्रकार से शब्द का इस्तेमाल किया गया, लेकिन मलयालम अनुवाद में आप दिल से जागना इस प्रकार से पद आ रहा. ഉണർവുണ്ടാകേണ്ടത് ഒരു വസ്തുത ഹൃദയത്തിൽ നിന്ന്. और यदि ऐसा है तो जागृति का प्रादुर्भाव होने का एक स्थान है आपका हृदय. ആത്മിക മനുഷ്യനാണ് ഉണരേണ്ടത്. आत्मिक मनुष्य जागना है. ആ മനുഷ്യൻ അന്ധനായിരിക്കാൻ പാടില്ല. और वह मनुष्य अंधा नहीं रहना. ആ മനുഷ്യൻ ചെകിടനായിരിക്കാൻ പാടില്ല. वह मनुष्य बहरा नहीं അത് रहना. ദൈവാനുരൂപമായി വളരുന്ന മനുഷ്യനാ. और परमेश्वर के स्वरूप में बढ़ने वाला ആ मनुष्य. മനുഷ്യൻ മൂകരല്ല. वह मनुष्य मूक नहीं. അങ്ങനെ ഒരു അനുഭവത്തിലുള്ള ഉണർവല്ല എനിക്ക് ആവശ്യം. और ऐसी एक जागृति मुझे नहीं चाहिए, आधी अधूरी जागृति नहीं. ആ ജാഗൃതിയല്ല എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രി ആവശ്യമായിരിക്കുന്നത്. एक आधी अधूरी जागृति की हमें जरूरत रही. കാണേണ്ടതുപോലെ കാണാനൊരു ജാഗൃതി, और जैसा देखना है वैसे देखने के लिए उपयुक्त एक जागृति. കേൾക്കേണ്ടതുപോലെ കേൾക്കാനൊരു ജാഗൃതി. जिस प्रकार से सुनना है वैसे सुनने की एक ഞാൻ जागृति. ജീവന്റെ അടുക്കലേക്ക് വരുമ്പോൾ, और जब आप जीवन के करीबी की ओर आते ഞാൻ हैं, പ്രവർത്തനക്ഷമമാകാനുള്ള ശൈലിയിലേക്ക് വരുമ്പോൾ, और जब मैं क्रियाशील होने की उस अवस्था में आता हूं, ആ നിലയിലേക്കാണ് ഞാൻ ഉണർന്നു വരുന്നത്. और उस स्तर में मैं जागृत होकर आता അപ്പൊ हूं. ഞാൻ ക്രിസ്തുവിന്റെ അടുക്കലേക്കാ വന്നത്. आप मसीह के करीब आए. ദൈവപൈതലെ ഉണർന്നു വരേണ്ടത് ക്രിസ്തുവിലേക്കാ. प्रियो, जागने के बाद में आपको जिसके करीब आना है वह है मसीह के करीब. അന്ധനായിക്കൊണ്ട് ഉണര് आप യേശുവിന്റെ അടുക്കലേക്കാ. अंधे होंगे लेकिन जागने के बाद में यीशु के करीबी में आए. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമം അല്ലെങ്കിൽ പോലും ഉണരുന്നെങ്കിൽ അത് യേശുവിന്റെ അടുക്കലേക്കായിക്കോളും. और दूसरे शब्दों में आपकी इंद्रियां सही रीति से कार्य नहीं कर रही, लेकिन यदि आप जागोगे तो आपको यीशु के करीबी में आना है. അവന്റെ അടുക്കലാണ് ജീവനുള്ളത്. और उसके पास में जीवन है. അത് സമൃദ്ധിയായ ജീവനാണ്. और वह बहुतायत का जीवन है. ആ ജീവൻ നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ, और वह जीवन जब हम में कार्य करेगा, അവന്റെ പൂർണ്ണതയിലേക്ക് നാം പോകുകയാണ്. और उसकी पूर्णता की ओर हम बढ़ेंगे. ആ പൂർണ്ണതയിലേക്ക് നാം നയിക്കപ്പെടുകയാണ്. और उस पूर्णता में जब हमारी अगुवाई होती है, സ്തോത്രം, हालेलुया, സ്തോത്രം. हालेलुया. യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്കുള്ള നയിക്കലാണ്. और सही मायने में जागृति मसीह की पूर्णता की ओर जब हम आगे बढ़ पाते हैं, ഞാൻ ഉണരും. मैं जागूंगा. നീതിയിൽ അവന്റെ മുഖത്തെ കാണും. और धार्मिकता में मैं उसके मुख को देखूंगा. ഞാൻ ഉണർന്നാൽ मैं यदि जागूंगा तो ഞാൻ അവന്റെ मुखത്തെ കാണും. मैं उसके मुख को देखूंगा. Glory to God. Hallelujah. हालेलुया, Hallelujah. Hallelujah. ഞാൻ ഉണരും. मैं അവന്റെ മുഖത്തെ जागूंगा കാണാം. उसके मुख को देखने के लिए. എന്റെ കണ്ണ് പ്രകാശമാനമാകുക. मेरी आंखें ज्योतिर्मय होने वाली അവൻ है. എന്നോടുകൂടെ ഇരിക്കും. वह मेरे संग वास करेगा. എനിക്കവനെ കാണാം. मैं उससे देखूंगा. എനിക്കവനെ കേൾക്കാം. मैं उसे सुन पाऊंगा. എനിക്കവനോട് സംസാരിക്കാം. मैं उससे बातचीत कर पाऊंगा. എനിക്കവനെ രുചിച്ചു നോക്കാം. मैं उसको चख कर जान पाऊंगा. എനിക്കവനെ തൊട്ടു നോക്കാം. मैं उससे छू पाऊंगा. Hallelujah. Yes Lord Jesus. Yes. അതാണ് ഉണർവ്. അതാണ് അതിന്റെ പൂർണ്ണത. वह है जागृति की पूर्णता. ആ പൂർണ്ണതയിലേക്കാണ് നാം വന്നു ചേരേണ്ടത്. और उस पूर्णता में हमें चढ़ना है.
ഭാഗികമായ ഒരു ഉണർവല്ല നമുക്ക് ആവശ്യം. एक आंशिक जागृति हमें नहीं चाहिए, പൂർണ്ണമായി एक पूर्ण जागृति. എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുപോലെ സജീവമാകുന്ന, आपकी सारी इंद्रियां एक साथ सजीव हो जाने की स्थिति में, എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുപോലെ പുനരുദ്ധരിപ്പിക്കപ്പെടുന്ന, और सारी इंद्रियां एक साथ मानो पुनरुत्थित हो जाए ऐसी എല്ലാ अवस्था. ഇന്ദ്രിയങ്ങളും പുതുക്കൽ പ്രാപിക്കുന്ന, और आपके शरीर की सारी इंद्रियों के अंदर एक नयापन पाकर, എല്ലാ ഇന്ദ്രിയങ്ങളിലും ചൈതന്യം വരുവാൻ കഴിയുന്ന, आपके हर एक इंद्रियों के अंदर एक नया जीवन आकर, ഒരു പുനർജീവനിലേക്ക് വരുന്ന ഉണർവ്. സ്തോത്രം. एक पुनर्जीवन की ओर आने वाली അത് जागृति, അത് ക്രിസ്തുവിങ്കലേക്കുള്ള ഉണർവ്, वह मसीह की ओर आने वाली जागृति, ജീവനിലേക്കുള്ള മടങ്ങി വരവ്. जीवन की ओर एक लौट आना. അതാ യേശു ക്രിസ്തുവിങ്കിലേക്കുള്ള മടങ്ങി വരവ്. और वह यीशु मसीह की ओर लौट आना. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉണർവെന്ന് इन പറയുന്നത്, दिनों में जो जागृति हम अक्सर कहते हैं, ആൾ ഉണർന്നു എന്ന് പറയുമ്പോൾ हम कह जरूर रहे कि व्यक्ति जीव जिला है, नींद जागा है, हम कहते जरूर है, വേണ്ടതുപോലെ കാണാൻ കഴിയുന്നില്ലേ? लेकिन सही रीति से यदि आप देख नहीं पा रहे. അന്ധന് കാഴ്ച കൊടുത്തവൻ പറയുകയാണ്, अंधे को आंख दिया हुआ प्रभु कहता है, നീ അന്ധനാണ്, ലേപം വാങ്ങിച്ചു പുരട്ട്, നിനക്ക് കാഴ്ച കിട്ടുമെന്ന്. तू अंधा है, सुरमा लगा ले, तू देखने लग पाएगा. ഉണരുന്നവൻ കാഴ്ചയ്ക്കും അങ്ങനെ സംഭവിച്ചാൽ, और जागने वाला यदि उसको धुंधला दिखाई देगा तो. ഒരു ഉദാഹരണം പറയട്ടെ. एक उदाहरण बोलूं, ഒരു കണ്ണാശുപത്രിയിൽ ഇരിക്കുക, आंख के अस्पताल में आप बैठे हैं, ഒരു വെല്ലമ്പച്ച് കണ്ണാടി കൊണ്ടുവന്നിട്ടുണ്ട് കയ്യില്. और एक बुजुर्ग महिला चश्मा लेकर आई है. ഞാൻ ആ കണ്ണാടിയെ ശ്രദ്ധിച്ചു. मैंने उस चश्मे को ध्यान से देखा, ആ കണ്ണാടി മുഴുവൻ പോറി കിടക്കുക. और उस चश्मे में बहुत सारी खरोचे हैं. ഞാൻ ചോദിച്ചു, വെല്ലമ്പച്ചി എന്തിനാ ഈ കണ്ണാടി ഇങ്ങനെ പോറിച്ചേ? मैंने उस महिला से पूछा कि आपके इस चश्मे में इतनी खरोच कहां से आई. കാണാൻ കഴിയാത്തത് കൊണ്ട് കുഞ്ഞെ ഒരച്ചതാ. उन्होंने कहा दिखाई नहीं दे रहा था, इसलिए चश्मे को मैं रगड़ रही थी. വെറുതെ കണ്ണാടി ഒരച്ചത് കൊണ്ട് കാഴ്ച കിട്ടത്തില്ല ദൈവമക്കളെ. प्रियो, चश्मे को रगड़ने से ज्योति नहीं मिलेगी. വെറുതെ ഒരയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. आप केवल रगड़ सकते, केवल इतना ही है. കണ്ണിനാ അന്ധത, आपकी आंखों में अंधापन है, അതാണ് ഹ്രസ്വമായി മാറിയത്. और वो आंखों में धुंधला दिखाई दे रहा അതിന് है. ലേപം പുരട്ടണം, അതിന് ലേപം വില കൊടുത്ത് വാങ്ങിച്ചു പുരട്ടണം. उसको आपको सुरमा लगाना है, उसका इलाज करना है, मूल्य चुका कर करना है. അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണേണ്ടവരാണിത്. और वह जैसा है उसको वैसा देखने के लिए मुझे और आपको तैयार होना है. അവന്റെ തേജസ്സിനെ കാണേണ്ടവരാണിത്. और उसके महिमा को, तेज को देखने का है हमें. അവന്റെ മുഖത്തെ പ്രഭാവനയെ കാണേണ്ടവരാണിത്. और उसके मुंह के प्रताप को हमें देखना है. തെളിച്ചമില്ലാത്ത കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റില്ല. धुंधली आंखों से आप देख नहीं पाओगे. അതുകൊണ്ട് തെളിച്ചമുള്ള ഒരു കണ്ണ് വേണം. और इसीलिए सही दृष्टि वाली आंख आपको चाहिए. അവന്റെ ശബ്ദം ചിലപ്പോൾ മൃദുവും उसका शब्द कभी कोमल, ശാന്തവും शांत, എന്നാൽ ചിലപ്പോൾ ക്രൗര്യവുമാകാൻ സാധ്യതയുണ്ട്. लेकिन कभी वो गंभीर भी हो सकती है. അങ്ങനെയുള്ള ശബ്ദം കേൾക്കാൻ കാതുകളുടെ ഖനം കുറഞ്ഞേ നോക്കൂ. और वैसी आवाज को सुनने के लिए आपके कान स्पष्ट सुनाई देने चाहिए. അവനെ രുചിച്ചറിയാൻ നാവിന്റെ രസകുമളങ്ങൾ ജീവിപ്പിച്ച മതിയാകൂ. और उसको चख कर जानने के लिए आपके जीभ की इंद्रियां सही होनी चाहिए. അവനെ സ്പർശിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്വക്കിന് സജീവത ഉണ്ടായ മതിയാകുള്ളൂ. और उसको छू कर महसूस करना है तो हमारी त्वचा सक्रिय होनी पड़ेगी. Praise the Lord. हालेलुया. പൂർണ്ണമായി ഇന്ദ്രിയങ്ങൾ पूर्ण रीति से इंद्रियां जी उठनी है, जागृत होना है. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹൃദയത്തിൽ നിന്ന് ഉണർന്നിട്ട് हृदय से जागने के बाद അവനെന്നെ താങ്ങുകയാ. वह मुझे थामता है, എന്റെ इसलिए ഹൃദയം ഉണർന്നു. मेरा हृदय जाग उठा. ഞാൻ അവനെ കാണാനിടയായി. मैं उसे देख पाया. അവൻ എന്നോടുകൂടെ ഇരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് അവനോടുകൂടെ ഇരിക്കാനുള്ള അവസരം ഉണ്ടായി. और वह मेरे साथ और मैं उसके साथ बैठने का एक अवसर मुझे प्राप्त हुआ. എന്റെ ഉണർവ് അങ്ങനെയാ. मेरी जागृति वैसी है. ഞാൻ അങ്ങനെ ഉണരണം. मैं वैसे जागना हूं.
ഞാൻ നേരെ തിരിച്ചു വരട്ടെ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട്. एक पद और पढ़कर मैं आगे बढ़ूं. 17 സങ്കീർത്തനം 15 വാക്യം. भजन संहिता 17 उसका 5 15. ഞാനോ ഉണരുമ്പോൾ നീതിയിൽ भजन संहिता 17:15 17 का 15. परंतु मैं तो धर्मी होकर तेरे मुख का दर्शन करूंगा. जब मैं जागूंगा जब मैं जागूंगा तब तेरे स्वरूप से संतुष्ट होऊंगा. तब तेरे स्वरूप से संतुष्ट होगा. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കണ്ട് തൃപ്തനാകുവാൻ. 15 पद का प्रारंभिक वाक्य कहता है कि मैं तो धर्मी होकर तेरे मुख का दर्शन करूंगा. ഞാൻ നീതിമാനായിട്ട് നിന്റെ മുഖം കാണും എന്ന ഹിന്ദിയിൽ എനിക്ക് തോന്നുന്ന ആ പദത്തിന്റെ അർത്ഥം. हिंदी में लिखा है कि परंतु मैं तो धर्मी होकर तेरे मुख का दर्शन करूंगा. ധർമ്മമില്ലാത്തവന് ദൈവത്തിന്റെ മുഖം കാണാൻ പറ്റില്ല. और जो धर्मी नहीं है वो प्रभु का मुख नहीं देख पाएगा. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. और धर्मी होकर मैं तेरे मुख का दर्शन पाऊंगा. ഇവിടെ ഉറക്കം മരണത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. और यहाँ पर नींद मृत्यु के साथ में तुलना में है. കല്ലറയിൽ ഉറക്കമാണ് ചില ആഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. और कब्रों में मानो सो रहे हैं ऐसा कुछ टीकाओं में लिखा है. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വരുന്നതിന്റെ ചിത്രമായി ഇവിടെ കാണുന്നത്. और मैं वहां से जागकर बाहर निकल रहा हूं उसका चित्रण है यहाँ. ദീർഘനാൾ ഞാൻ അതിനകത്ത് ഉറങ്ങി. काफी लंबे समय तक मैं निद्रा में था. ഞാൻ അതിനകത്ത് ഗാഠനിദ്രയിലായിരുന്നു. मैं गहरे निद्रा में था वहां पर. മറ്റാശയങ്ങളൊക്കെ ഉള്ളത് അവിടെ കളകട്ടെ. और कई अर्थ है वहां पर. ഞാൻ ദീർഘ ഉറക്കത്തിലായിരുന്നു. അതിനകത്ത് मैं गहन निद्रा में था. എന്റെ മരണം എന്റെ ദീർഘനിദ്രയായിരുന്നു. मेरी मृत्यु मेरी गहन निद्रा थी. എന്നാൽ ഞാൻ ഉണരും. लेकिन मैं जागूंगा. അതെന്റെ പുനരുത്ഥാനമോ. वह मेरा पुनरुत्थान है. ഹല്ലേലൂയ. हालेलुया. ഉണർന്നവൻ പിന്നെ അവിടെ കിടക്കാറില്ല എന്നുള്ളത് അറിയണം. और जो जागता है फिर वापस वहां नहीं पड़ा रहता. തിരിച്ച് കല്ലറയിൽ കിടക്കാനുള്ള ഉണർവല്ലത്. वापस जाकर कब्र में पड़े रहने की जागृति नहीं है. ഇടക്കിടക്ക് വന്ന് കട്ടിലെ കിടക്കുന്ന പോലെ തിരിച്ച് അവിടെ കിടക്കാനുള്ള ഉണർവല്ലത്. और बीच बीच में आकर खाट में लेटने के समान जाकर पुनः कब्र में लेटने की जागृति नहीं है. നമ്മൾ പലരും ഉണരും പിന്നെ വന്ന് കിടന്നുറങ്ങും. ആ ഉറക്കം അല്ലിത്, ആ ഉണർവ് അല്ലിത്. और हम जागते सोते उस जागृति की बात नहीं कर रहा मैं. എന്നാൽ എന്റെ ഞാനൊന്ന് ഉറങ്ങി ഉണരുമ്പോൾ और जब मैं नींद से जागता हूं അവന്റെ മുഖത്തെ കാണുന്ന मैं उसके मुख को देखने के लिए ആ പുനരുത്ഥാനത്തിന്റെ ശക്തി और उस पुनरुत्थान की सामर्थ्य. പൗലോസും അതാ ആഗ്രഹിച്ചത്. पौलुस ने भी वही चाहा. വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. किसी न किसी रीति से मरे हुओं में से मुझे जी उठना है. उस पुनरुत्थान की सामर्थ्य को मुझे पाना है. ആ പുനരുത്ഥാനമാണ് നമ്മുടെ ഉണർവ്. जागृति. അതാണ് നമ്മുടെ പ്രത്യാശ. और वह है हमारी आशा. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. वह है हमारी जीवन की आशा. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. और वह है हमारी धन्य आशा. ഞാൻ എഴുന്നേൽക്കും. मैं जागूंगा ക്രിസ്തുവിങ്കലേക്കും. मसीह के करीबी में. അവൻ ഇരിക്കുന്നത് എങ്ങനെ കാണത്തക്കവണ്ണം എഴുന്നേൽക്കും. और वो जहां पर है जैसा है उसको देखने के अनुरूप मैं उठूंगा. ദ്രവത്വത്തിൽ ഞാൻ കടന്നതാ. और मैं मरणहार रीति में मैं पड़ा हुआ था. അദ്രവത്വത്തിലേക്ക് ഞാൻ എഴുന്നേറ്റു. लेकिन अमरता में मैं उठ खड़ा हूंगा. പ്രാകൃതത്തിൽ ഞാൻ കടന്നതാ. स्वाभाविक में मैं मरा था, पड़ा हुआ था. ആത്മീയതയിലേക്ക് ഞാൻ എഴുന്നേറ്റു. लेकिन आत्मिकता में मैं जाग उठा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, आज रात मुझे सुनने वाले प्रियो, ഞാൻ ഉണർന്നാൽ मैं यदि जाग उठूं तो ഞാൻ അവന്റെ മുഖം കാണും. मैं उसके मुख को देखूंगा. പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട്. आज कितने लोगों के पास में ये धन्य आशा है. അല്പസമയം പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല. थोड़ा समय प्रार्थना करने से नहीं കുറെ हुआ. സമയം അന്യഭാഷയിൽ പാടിയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് कुछ समय अन्य भाषा बोलने से भी नहीं हुआ. എന്റെ ഉണർവ് നിത്യതയിലേക്കുള്ള ഉണർവാകുന്നില്ല എങ്കിൽ ഹല്ലേലൂയ. मेरी जागृति यदि अनंतता की ओर नहीं ले जाए तो എനിക്ക് അങ്ങനെ ഒരു ഉണർവ് വേണം.
मुझे ऐसी एक जागृति चाहिए। ഇസ്രായേലിൽ പലപ്പോഴും പല നിലകളിൽ ഉണർവുണ്ടായിട്ടുണ്ട്. इस्राएल में कई बार अलग अलग रीति से जागृति आई। അതെല്ലാം അല്പകാലങ്ങളിലേക്ക് മാത്രം. वो सब अल्पकालिक जागृतियां थी। ഇപ്പൊ നമ്മിൽ ഉണരുന്നുണ്ട്. अभी भी हम जग रहे हैं। സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ നാമും വീണ്ടും ഉറങ്ങിപ്പോകും. परिस्थितियां बदलते ही अनुकूल होते ही शायद हम वापस सो जाएंगे, എന്നാൽ നാം ഒരിക്കലും ഉറങ്ങാത്ത, लेकिन हम कभी वापस सो नहीं पाए इस प्रकार ഇനി से। അങ്ങനെ ഒരു കിടക്ക ആവശ്യമില്ലാത്ത മണ്ഡലത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്ന പ്രത്യാശയ്ക്കായി ദൈവത്തിന് സ്തോത്രം. उस प्रकार से वापस सोने की अवस्था में जाने की नौबत नहीं आए, ऐसे धन्य आशा के साथ में जाग उठने का एक अवसर मिलने पाए। അവന്റെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങുക. उसका शब्द हम सुनने जा रहे हैं। കാഹളങ്ങൾ കേൾക്കാൻ തുടങ്ങുക. वह तुरही की आवाज को मैं सुनने जा रहा അവനെ हूं। വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങുക. वह मुझे पुकारने की उस पुकार की आवाज को मैं सुनने जा रहा ഇവിടെ हूं। കയറി വാ എന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങുക. आ इधर ऊपर आ जाइए, पुकार में सुनने जा रहा हूं। और बाल 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 बाल। അത് ഈ തലമുറയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ഈ തലമുറയിൽ സംഭവിച്ചിരുന്നെങ്കിൽ मैं और आप जब जीवित हैं, हमारी पीढ़ी में काश मुझे और आपको वह अवसर मिल जाता। ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാത്രി വാത്സല്യമുള്ള ദൈവമക്കളെ, आज रात प्रियो, യഥാർത്ഥ ഉണർവ് सच्ची जागृति ക്രിസ്തുവിങ്കിലേക്കുള്ളതാ, मसीह की ओर है, വെളിച്ചത്തിലേക്കുള്ളതാ. प्रकाश की ओर है। സകല ഇന്ദ്രിയങ്ങളും ഒരു പ്രവർത്തനക്ഷമമാക്കാൻ सारी इंद्रियां एक साथ सक्रिय होने के लिए അങ്ങനെ നമുക്ക് കടന്നു വരാം. ऐसी एक जागृति में हम कदम रखें, പ്രത്യാശയിൽ മങ്ങിപ്പോകാതെ, आशा में धुंधला न होते हुए, ഭാഗ്യകരമായ പ്രത്യാശയിൽ ക്ഷീണം സംഭവിക്കാതെ, और उस धन्य आशा में बिना थके നമുക്ക് മുന്നേറാം. हमें जागना है। വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, प्रकाशित वाक्य 3:3 में हम इस प्रकार से पढ़ते हैं, നീ ഉണരാതിരുന്നാൽ यदि तू नहीं जगेगा तो ഞാൻ കള്ളനെ പോലെ. मैं चोर के समान आऊंगा। നീ ഉണരാതിരുന്നാൽ, यदि तू जागृत न रहेगा। ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, आज रात मुझे सुनने वाले प्रियो, ക്രിസ്തുവിന് ഒരു അപൂർണമായ ഉണർവല്ല ആവശ്യം, मसीह को एक अपूर्ण जागृति नहीं चाहिए, പൂർണ്ണ ഉണർവ്. एक पूर्ण जागृति। സകല ഇന്ദ്രിയങ്ങളും ഉണരുന്ന, सारी इंद्रियां जागृत होने वाली एक जागृति। അങ്ങനെ ഉണർന്നവൻ और इस प्रकार से जागृत हुआ एक व्यक्ति, അവന്റെ മുഖത്തെ കാണും, वह उसके मुख को देखेगा, അവനോട് കൂടെ ഇരിക്കും. उसके संग वह रहेगा। അത് മരണമാകുന്ന നിദ്രയായാൽ പോലും അതിൽ നിന്ന് എഴുന്നേറ്റ് വന്ന്, और वह भी मानो मृत्यु की निद्रा में क्यों न हो, लेकिन वहां से भी जी उठकर आकर, ആ ദിവസം സമാഗതമായി. वह दिन करीब आ चुका है। അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഉണരാം. इसलिए अभी हम जाग उठे, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സജീവമാകാം. अभी हम सक्रिय हो അതുകൊണ്ട് जाए, ഇപ്പൊ പ്രവർത്തനക്ഷമമാകാം. अभी हम कार्यशील हो जाए, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആത്മീയ ഉണർവിലേക്ക് വരാം. हम उस आत्मिक जागृति में कदम रखें। അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വീണ്ടും പ്രവർത്തനക്ഷമമാകാൻ, വീണ്ടും ബലപ്പെടാൻ കഴിയുമാറാകട്ടെ. और इसीलिए पुनः क्रियाशील होने के लिए एक नए बल को हम धारण करें। എവിടെയെങ്കിലും ആർക്കെങ്കിലും ആത്മീയ ഉണർവുണ്ടായിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം സജീവമാകുന്നില്ലെങ്കിൽ പരിഹാരം യേശുവിലുണ്ട്, അവനോടൊന്ന് പറഞ്ഞാൽ മതി. यदि आपके जीवन में आप जागृत हुए लेकिन कहीं कहीं पे कमजोर महसूस करते हैं, यीशु के करीब आओ, आपका समाधान उसके पास में है। അവൻ നിനക്ക് പൂർണ്ണതയിലേക്കുള്ള ഓരോ ചുവടും കാണിച്ചു തരും. और वह पूर्णता की ओर आपको बढ़ाएगा, उसका मार्ग आपको दिखाएगा। ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ, परमेश्वर के स्वरूप और समानता में सृजा गया नया मनुष्य, അവൻ അപാഹിതല്ല, वह अपाहिज नहीं, പൂർണ്ണതയുള്ളതാ. पूर्णता वाला है। അങ്ങനെ ഒരു ഉണർവ് നമുക്കുണ്ടാകട്ടെ. ऐसी एक जागृति हमारे जीवन में आने पाए। ഈ വിധം വചനം ശുശ്രൂഷിപ്പാൻ അവസരം നൽകിയ റഹബോത്ത് ഫെലോഷിപ്പ് ഡുംഗർപൂർ സഭയോട്
और इस प्रकार से वचन सेवकाई का उत्तर दी हुई मंडली को, കർത്തൃദാസനോടും प्रभु के दास को, എന്നെ കേട്ട എല്ലാ വാത്സല്യ ജനങ്ങളോടും और मुझे सुने हुए इस तमाम प्रिय लोगों को ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കും. और एक और बार आपको दिल से धन्यवाद देते हुए मेरे शब्दों को मैं यहाँ पर विराम देता हूँ.